ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2025-26 SSLC മാത്തമാറ്റിക്സ് അഥവാ ഗണിതത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് സി ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ദ എയ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 25 ആൻഡ് ദ 12th ടേം ഈസ് 30. വാട്ട് ഈസ് ദ 16th ടേം ഓഫ് ദി സീക്വൻസ്? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 25ഉം 12ാം പദം 30ഉമാണ്. ഈ ശ്രേണിയിലെ 16ാം പദം എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എയ്ത്ത് ടേം തന്നിട്ടുണ്ട്, അഥവാ 8ാം പദം തന്നിട്ടുണ്ട്. എത്രയാണ്? 25. 12ാം പദം തന്നിട്ടുണ്ട്, അഥവാ 12th ടേം എത്രയാണ്? 30. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 16th ടേം ആണ്. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ടി ആണ്. ഇതിലെ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? ഇവിടെ 16ാമത്തെ പദമാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എൻ എന്നത് 16. എഫ് എന്നത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. നമുക്കറിയാം, രണ്ട് ടേംസും അവയുടെ പൊസിഷൻ അഥവാ സ്ഥാനങ്ങളും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഏതൊക്കെയാണ്? 30, 25. അപ്പൊ നമുക്ക് 30 മൈനസ് 25. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 30ന്റെ പൊസിഷൻ എത്രയാണ്? 12 ആണ്. 25ന്റെ പൊസിഷൻ 8 ആണ്. 30ൽ നിന്ന് 25 പോയാൽ 5 ആണ്. 12ൽ നിന്ന് 8 പോയാൽ 4 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 5/4 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. അത് നമുക്ക് എയ്ത്ത് ടേം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എയ്ത്ത് ടേമിന്റെ ഇക്വേഷൻ നമുക്കറിയാം. nth ടേം കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നും രണ്ടാമത്തെ ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നുമാണ്. ഈ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എപ്പോഴും ഉപയോഗിക്കുക കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അഥവാ പൊതുവ്യത്യാസവും ആദ്യ പദവും തന്നിട്ടുണ്ടെങ്കിലാണ്. ഇനി ഇത് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എയ്ത്ത് ടേം എത്രയാണ്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 1 പോയാൽ 7. 7d ഈക്വൽ ടു 25. എഫ് പ്ലസ് 7 ഇൻറ്റു ഡി എത്രയാണ്? 5/4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 25. എഫ് പ്ലസ് 7 ഇൻറ്റു 5 35 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 25. Therefore, f ഈക്വൽ ടു 25. ഈ 35/4 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 35/4. ഇനി ഇതിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 25 ഇൻറ്റു 4 100 മൈനസ് 35 ഇൻറ്റു 1 35 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 4. ഇനി 100ൽ നിന്ന് 35 പോയാൽ എത്രയാണ്? 65/4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്നത് 65/4 ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നത് 5/4 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? 5/4 ഇൻറ്റു 16 പ്ലസ് എഫ് മൈനസ് ഡി എത്രയാ? 65/4 മൈനസ് 5/4 ഈക്വൽ ടു 5 ഇൻറ്റു 16 എത്രയാണ്? 80. 80 ഹരിക്കണം 4 പ്ലസ് ഇനി 65ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 4. ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് 4 വീതമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൂട്ടിക്കൂടെ? 80ഉം 60ഉം കൂട്ടിയാൽ എത്രയാണ്? 140 ഹരിക്കണം 4. 140 ഹരിക്കണം 4 എത്രയാണ്? 35. അതായത് 16ാമത്തെ പദം എത്രയാണ്? 35 ആണ്. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഡി കിട്ടിയിട്ടുണ്ട്. ഡി നമ്മൾ കണ്ടുപിടിക്കണം. 5/4 എന്ന് കണ്ടുപിടിക്കണം. ഇനി 16ാമത്തെ പദമല്ലേ കാണേണ്ടത്? 16th ടേം ഈക്വൽ ടു 12th ടേം, അതായത് 12ാമത്തെ പദത്തിന്റെ കൂടെ പ്ലസ് കെ ഇൻറ്റു ഡി. കെ എന്ന് പറയുന്നത് എന്താണ്? 12ാമത്തെ പദത്തിൽ നിന്നും 16ാമത്തെ പദത്തിലേക്കുള്ള ദൂരം. അതായത് 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 16 കിട്ടുക? 4 കൂട്ടിയാലല്ലേ? അപ്പോൾ 12th ടേം പ്ലസ് 4 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5/4 ആണ്. 12th ടേം ഇവിടെ എത്രയാണ്? 30 പ്ലസ് ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 5 ആണ്. 30 പ്ലസ് 5 35. ഇങ്ങനെ ഷോർട്ട് കട്ട് പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടുപിടിക്കാം. 12th ടേം പ്ലസ് കെ എന്ന് പറയുന്നത് 12ാമത്തെ പദത്തിൽ നിന്ന് 16ാമത്തെ പദമാവാൻ എത്ര പദങ്ങൾ കൂട്ടണം? അതാണ് കെ എന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 35 എന്നുള്ള ഉത്തരം
കണ്ടുപിടിക്കാം. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി 35 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ദ മാർക്സ് എ സ്റ്റുഡന്റ് ഗോട്ട് ഫോർ 10 സബ്ജക്ട്സ് ആർ 72, 45, 76, 46, 51, 48, 80, 64, 58, 56. What is the median mark? ഒരു കുട്ടിക്ക് 10 വിഷയങ്ങളിലായി ലഭിച്ച മാർക്കുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. മാർക്കുകളുടെ മധ്യമം എത്രയാണ്? മീഡിയൻ മാർക്ക് അഥവാ മധ്യമം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മിഡിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നടുവിലായിട്ടുള്ള ഒബ്സർവേഷനെയാണ് നമ്മൾ മീഡിയൻ മാർക്ക് അല്ലെങ്കിൽ മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ മാർക്ക് കാണാൻ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും ചെറിയ ടേം ഏതാണ്? 45 ആണ്. 45, 46, 48, 51, 56, 58, 64, 72, 76, 80. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ ചെറുതിൽ നിന്നും വലുതിലേക്ക് അഥവാ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റയിലെ മിഡിലുള്ള അഥവാ ഏറ്റവും നടുവിലുള്ള ടേംസുകൾ കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ 10 ഡാറ്റാസ് ആണുള്ളത്. നമുക്കിനി ഏറ്റവും മിഡിൽ വരുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു 4 സംഖ്യകൾ എടുക്കാം, ഇവിടെ നിന്ന് 4 സംഖ്യകൾ എടുക്കാം. ബാക്കി വരുന്നത് ഏറ്റവും മിഡിൽ വരുന്നത് എത്രയാണ്? 2 സംഖ്യകളാണ്. ഒരു സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് അത് മീഡിയൻ മാർക്കായിട്ട് എഴുതാമായിരുന്നു. 2 സംഖ്യകൾ വന്നാൽ എന്താണ് ചെയ്യുക? മീഡിയൻ മാർക്ക് ഈക്വൽ ടു 2 സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് എടുക്കണം. അതായത് അത് രണ്ടും കൂട്ടി അതിന്റെ പകുതി എടുക്കണം. 56ഉം 58ഉം കൂട്ടി അതിന്റെ പകുതി എന്ന് പറയുന്നത് ഏതാണ്? 56 പ്ലസ് 58 114 ആണ്. 114ന്റെ പകുതി എന്ന് പറയുന്നത് 57. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റയിലെ മീഡിയൻ മാർക്ക് അഥവാ മധ്യമം എന്ന് പറയുന്നത് 57 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മൂന്നാമത്തെ ചോദ്യം. If x square minus 6x plus 8 equal to x minus a into x minus b, then what is a plus b? x square minus 6x plus 8 equal to x minus a into x minus b ആണെങ്കിൽ a plus b എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ആണ്. ഇതിനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതിയിട്ടുണ്ട്. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എ പ്ലസ് ബി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എ പ്ലസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതി അതിലെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയതുകൊണ്ട് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഈ ആൻസർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി ബഹുപദത്തിനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാറ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 എന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ചോ ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചോ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടേഴ്സ് ആക്കി എഴുതുകയും ആ ഫാക്ടേഴ്സ് എന്നത് 2 ഒന്നാം കൃതി ബഹുപദങ്ങളായിരിക്കും. ഇവയെ നമുക്ക് ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ രണ്ടാം കൃതി സമവാക്യത്തെ നമുക്ക് 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതിക്കൂടെ? ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് അഥവാ വർഗത്തികവ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിലെ സിന്റെയും ബിന്റെയും വാല്യൂ കാണണം. സി ഈക്വൽ ടു ഈ വലതുഭാഗത്ത് വരുന്ന കോൺസ്റ്റന്റ് -8 ആണ്. ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് എത്രയാണ്? -6 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാ? -8 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് -6ന്റെ സ്ക്വയർ ആണ് 36 ഡിവൈഡഡ് ബൈ 4 മൈനസ് ബി എത്രയാണ്? -6 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -8 പ്ലസ് 36 ഹരിക്കണം 4 എന്താണ്? 9 ആണ്. 9ൽ നിന്ന് 8 പോയാൽ 1
മൈനസ് മൈനസും പ്ലസ് ആയി 6 ഹരിക്കണം 2 എത്ര വരും 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 തന്നെയാണ് പ്ലസ് 3. ഇനി എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് എക്സ് ഈക്വൽ ടു -1 പ്ലസ് 3 അതുപോലെ എക്സ് ഈക്വൽ ടു +1 പ്ലസ് 3. -1 പ്ലസ് 3 എന്ത് വരും? 3ൽ നിന്ന് 1 പോയാൽ 2 +1 പ്ലസ് 3 3 പ്ലസ് 1 4. അതായത് എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ഈക്വൽ ടു 2 ഒന്ന് എക്സ് ഈക്വൽ ടു 4 ആണ്. ഇനി ഇതിനെ ഫാക്ടർ ആക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക? എക്സ് ഇവിടെ +2 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ -2 എന്ന് എഴുതും. ഇനി രണ്ടാമത്തെ ഫാക്ടർ എക്സ് ഇവിടെ +4 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ -4 എന്ന് എഴുതും. ഇനി ഈ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളെ നമുക്ക് ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? x² - 6x + 8 ഈക്വൽ ടു x-2 ഇൻറ്റു x-4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന x-a ഇൻറ്റു x-b എന്നാണ്. x-a ഇൻറ്റു x-b എന്നല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ a എന്നത് 2 ആണ്, b എന്നത് എത്രയാണ്? 4 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് a പ്ലസ് b ആണ്. 2 + 4 എത്രയാണ്? 6. അതായത് ഓപ്ഷൻ എ 6 എന്നാണ് ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം. 4 circles are shown below with a chord and tangents at its ends. In which picture is y equal to 1/2x? ചുവടെ 4 വൃത്തങ്ങളും ഓരോന്നിനും ഒരു ഞാണിന്റെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവരകളും വരച്ചിരിക്കുന്നു. എക്സ് വൈ എന്നീ കോണളവുകളിൽ y equal to 1/2x ആകുന്നത് ഏത് ചിത്രത്തിലാണ്? ഇത് ആൻസർ ചെയ്യുന്നതിന് മുൻപായിട്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഒരു സർക്കിൾ, ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ. ഇവിടെ ഈ സർക്കിളിന് ഒരു കോഡ് അഥവാ ഒരു ഞാൺ വന്നിട്ടുണ്ട്. ഈ ഞാണിന്റെ രണ്ടറ്റത്തിലൂടെ 2 ടാൻജൻസ് പോകുന്നുണ്ട്. ഇനി ഈ കോഡിന്റെ രണ്ടറ്റത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ആംഗിൾ അഥവാ കേന്ദ്രകോൺ വന്നിട്ടുണ്ട്. ഈ ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ ഇതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ രണ്ട് ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ 180 - x ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ടാൻജൻസുകളും അതുപോലെ ആ കോഡും തമ്മിലുള്ള ആംഗിൾ x/2 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിളും x/2 ഡിഗ്രി അഥവാ കോഡും ഞാണും ടാൻജൻസ് അഥവാ തൊടുവരകളും തമ്മിലുള്ള ആംഗിൾ x/2 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, x ഡിഗ്രി y ഡിഗ്രി. എല്ലാത്തിനും x ഡിഗ്രി y ഡിഗ്രി എന്ന രണ്ട് ആംഗിൾസ് വീതം തന്നിട്ടുണ്ട്. ഇനി y equal to 1/2x എന്ന് റിലേഷൻ വരുന്ന പിക്ചർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഓപ്ഷൻ എ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ, ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഒരു കോഡ് തന്നിട്ടുണ്ട്. ഈ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. അത് എത്രയാണ്? x ഡിഗ്രി ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇനി ഈ കോഡിനെ ടച്ച് ചെയ്തുകൊണ്ട് 2 ടാൻജൻസ് വന്നിട്ടുണ്ട്. ഈ കോഡും ടാൻജൻസും തമ്മിലുള്ള ആംഗിൾ ആണ് y ഡിഗ്രി. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ x ഡിഗ്രി ആണെങ്കിൽ കോഡും അഥവാ ഞാണും ടാൻജൻസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ y ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രകാരം കോഡും ടാൻജൻസും തമ്മിലുള്ള ആംഗിൾ x/2 ഡിഗ്രി അല്ലേ? അതായത് y ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു x ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്തൂടെ? അതായത് ഇത് തന്നെയല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ കൂടെ നോക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ആണിത്. ഒരു കോഡ്, ഈ കോഡിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ആംഗിൾ x ഡിഗ്രി ആണ്. ഇനി ഈ കോഡിലൂടെ 2 ടാൻജൻസ് പോകുന്നു. ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ y ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും കോഡുകളും ടാൻജൻസും തമ്മിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അതായത് ഈ പിക്ചറിൽ x ഡിഗ്രി എന്നത് y ഡിഗ്രി എന്നതും തുല്യമാണ്. അതായത് ഒരു കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ x/2 ഡിഗ്രിയാണ്. അതേപോലെ ഒരു കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളും x/2 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x ഡിഗ്രിയും y ഡിഗ്രിയും ഈ പിക്ചറിൽ ഫിഗർ പ്രകാരം തുല്യമാണ്. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇവിടെ. ഒരു കോഡും അതുപോലെ ഒരു ടാൻജന്റ്, ഈ കോഡിന്റെ പോയിന്റിലൂടെ ഒരു ടാൻജൻസ്, 2 ടാൻജൻസും പോകുന്നുണ്ട്. ഇനി ഈ ആംഗിൾ
y ഡിഗ്രിയാണ്, അതുപോലെ ഈ ആംഗിൾ x ഡിഗ്രി ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുപോലെ കോഡും വന്നിട്ടുണ്ട്. അതിൽ ഈ ആംഗിൾ y ഡിഗ്രിയാണ്, ഈ ആംഗിൾ x ഡിഗ്രി ആണെന്നല്ലേ തന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ മുഴുവൻ ആംഗിൾ 180 ഡിഗ്രിയാണ്. അതായത് നമുക്ക് ഈ ഫിഗർ പ്രകാരം എന്ത് പറയാം, എക്സ് ഡിഗ്രിയും y ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടില്ലേ. അതാണ് ഈ ഫിഗറിന്റെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. ഇനി നാലാമത്തെ ഫിഗർ നോക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഒരു കോഡ് വന്നിട്ടുണ്ട്, ഈ കോഡിൽ നിന്നും കേന്ദ്ര കോൺ എടുത്തിട്ടുണ്ട്, അത് x ഡിഗ്രിയാണ്. ഇനി രണ്ട് ടാൻജൻസും മീറ്റ് ചെയ്യുന്ന ആംഗിളും തന്നിട്ടുണ്ട്, അതാണ് y ഡിഗ്രി. കേന്ദ്ര കോൺ x ഡിഗ്രി ആണെങ്കിൽ രണ്ട് ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് y ഡിഗ്രി. നമുക്കറിയാം രണ്ട് ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും 180 മൈനസ് എക്സ് ഡിഗ്രി ആണ്. അതായത് ഇവിടെ y ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 180 മൈനസ് എക്സ് ഡിഗ്രി ആണ്. ഇങ്ങനെയാണ് റിലേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് y ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എക്സ് ഡിഗ്രി ആയ ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് നേരെ തിരിച്ച് എക്സ് ഡിഗ്രിയും y ഡിഗ്രിയും തുല്യമായിട്ടുള്ള ഫിഗർ ഏതാ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ് ഡിഗ്രിയും y ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്ന ഫിഗർ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ y ഡിഗ്രി എന്നത് 1/180 മൈനസ് എക്സ് ഡിഗ്രി ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് ചോദിക്കാം. ഇവിടെ നമ്മളോട് y ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് എന്ന റിലേഷൻ ചോദിച്ചത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു. ഏത് റിലേഷൻ ആണോ ചോദിച്ചത് അതിനനുസരിച്ച് ഓപ്ഷൻ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് സെലക്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് 4 ഫിഗറിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, what are the coordinates of the point where the lines x equal to 3 and y equal to 4 intersects? x equal to 3 y equal to 4 ആയ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ഏതെല്ലാം? നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. ഇത് x ആണ്, ഇത് y ആണ്. 1 2 3 4. 1 2 3 4. ഇനി രണ്ട് ലൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ലൈൻ x ഈക്വൽ ടു 3 എന്ന ലൈനാണ്. അതായത് x ആക്സിസിലെ 3-ലൂടെ കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ x ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. ഇതാണ് x ഈക്വൽ ടു 3 എന്ന ലൈൻ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ലൈൻ ഏതാ, y ഈക്വൽ ടു 4. ഈ ലൈൻ y ഈക്വൽ ടു 4 ആണ്. ഇനി x ഈക്വൽ ടു 3 എന്ന ഈ ലൈനും y ഈക്വൽ ടു 4 എന്ന ഈ ലൈനും ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ് എന്ന് നോക്കണം. എക്സ് ആക്സിസിന് 3-ന് സമാനമാണ്. അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ 3 എന്ന് എഴുതുന്നു. ഇനി ഈ പോയിന്റ് വൈ ആക്സിസിൽ അഥവാ വൈ അക്ഷത്തിൽ എവിടെയാണെന്ന് നോക്കണം. എവിടെയാണ്? 4-ന് സമാനമാണ്. അതായത് ഈ കോർഡിനേറ്റ്സിൽ വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എത്രയാണ്? 4 ആണ്. അതായത് എക്സ് ഈക്വൽ ടു 3 എന്ന ലൈനും വൈ ഈക്വൽ ടു 4 എന്ന ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്? 3 4 ആണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is xn equal to 5 minus 3n. Some statements about this sequence are given below. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, all terms of this sequence are natural numbers. രണ്ടാമത്തെ, if we subtract 3 from the 10th term of this sequence, we get the 11th term. Third statement, if we add 5 to the 10th term of this sequence, we get the 11th term. Fourth statement, the largest number in this sequence is 2. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn ഈക്വൽ ടു 5 മൈനസ് 3n ആണ്. ഈ ശ്രേണിയെ കുറിച്ച് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ ശ്രേണിയിലെ പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. ഈ ശ്രേണിയിലെ 10ാം പദത്തോട് 5 കൂട്ടിയാൽ 11ാം പദം കിട്ടും. ഈ ശ്രേണിയിലെ പദങ്ങളിലെ ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്താണ്? xn ഈക്വൽ ടു 5 മൈനസ് 3n ആണ്. ആൾജിബ്രായിക് ഫോം ഉപയോഗിച്ച് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതിക്കൂടെ? ഒന്നാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5 മൈനസ് 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 എത്രയാണ്? 3 തന്നെയാണ്. 5-ൽ നിന്ന് 3 പോയാൽ എന്ത് വരും? 2. ഇനി രണ്ടാമത്തെ പദം x2 ഈക്വൽ ടു 5 മൈനസ് 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. 5-ൽ നിന്ന് 6 പോയാൽ മൈനസ്, ചെറുതിൽ നിന്ന് വലുതല്ലേ കുറയ്ക്കുന്നത്? 5-ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? മൈനസ് 1. ഇനി മൂന്നാമത്തെ പദം 5 മൈനസ് 3 ഇൻറ്റു 3, എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുന്നു. 3 ഇൻറ്റു 3 എത്രയാണ്? 9. 5-ൽ നിന്നും 9 പോയാൽ എത്ര വരും? മൈനസ് 4. നാലാമത്തെ പദം
5 മൈനസ് 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 എത്രയാണ്? 12 ആണ്. 5 മൈനസ് 12 എന്ത് വരും? -7. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? 2 മൈനസ് 1 മൈനസ് 4 -7 എക്സെട്ര. ഈ ഒരു രീതിയിലാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് വരുന്നത്. ഈ അരിത്മെറ്റിക് സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആൾ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ആർ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? ഈ ശ്രേണിയിലെ പദങ്ങൾ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4, 5 എക്സെട്ര. ഇവയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ അരിത്മെറ്റിക് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് ഒരേ ഒരു സംഖ്യ മാത്രമേ വന്നിട്ടുള്ളൂ, 2 മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, if we subtract 3 from the 10th term of this sequence, we get the 11th term. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് നോക്കുക, 2 മൈനസ് 1 മൈനസ് 4 മൈനസ് 7 എക്സെട്ര. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതിയില്ലേ? അതായത് -1 മൈനസ് 2 എന്ത് വരും? -3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -3 ആണ്. എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2ന്റെ കൂടെ -3 കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത ടേമായ -1 കിട്ടുന്നത്. വീണ്ടും -3 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മൂന്നാമത്തെ പദം കിട്ടും. വീണ്ടും -3 ചെയ്യുമ്പോൾ നമുക്ക് നാലാമത്തെ പദം കിട്ടും. അതാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് 10th ടേമിന്റെ കൂടെ -3 ചെയ്താലല്ലേ നമുക്ക് അതിന്റെ അടുത്ത ടേമായ 11ാമത്തെ പദം കിട്ടുക. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് വി സബ്ട്രാക്ട് 3 ഫ്രം 10th ടേം വി ഗെറ്റ് ദ 11th ടേം. അതായത് ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. അതായത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? കാരണം എന്താണ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് -3 ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് വി ആഡ് 5 ടു ദ 10th ടേം ഓഫ് ദിസ് സീക്വൻസ് വി ഗെറ്റ് ദ 11th ടേം. 10ാം പദത്തിന്റെ കൂടെ 5 കൂട്ടിയാൽ 11ാം പദം കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം 10ാം പദത്തിന്റെ കൂടെ -3 ചെയ്താലാണ് 11ാമത്തെ പദം കിട്ടുക. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദിസ് സീക്വൻസ് ഈസ് 2. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏറ്റവും വലിയ സംഖ്യ എന്നത് 2 ആണ്. അത് ശരിയല്ലേ? കാരണം ഇനി അങ്ങോട്ട് ഫുള്ള് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏറ്റവും വലിയ നമ്പർ 2 ആണ്. അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്.